നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ കാല് തൊട്ട് വന്നിരിക്കുന്ന അടിമത്തമാണ്. ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് ഒരു ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന പല വീഡിയോസിലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തെക്കൻ്റെ കാര്യങ്ങൾ, തെക്കൻ എന്ന് പറഞ്ഞാൽ വടക്കനും തമ്മിൽ യഥാർത്ഥത്തിൽ ഇത് തമ്മിൽ സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തമ്മിൽ സാമ്യമില്ല. 1986 കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പം പല ഗുരുക്കന്മാരെയും ആശാന്മാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മീഡിയാസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം അവരുടെ ആ ഒരു മീഡിയാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ എത്രമാത്രം മാറിപ്പോയത്. ഞാൻ പറയുന്നത് വടക്കൻ ശൈലിയെ പറ്റിയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടെക്നിക്സ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അതിന് ഒരടിസ്ഥാനമുണ്ട്. നേരിട്ട് ഒരാളിങ്ങ് വരുമ്പോൾ ഒരു മാസം പ്രാക്ടീസിന് വന്നിട്ട് ഇവനെ അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള നമുക്കത് കാണിക്കാൻ പറ്റും, ഷോ പറ്റും. ഇപ്പോൾ സിനിമാറ്റിക് ടെക്നിക്സ് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫിലിംസിന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഈ ഫൈറ്റ് മാസ്റ്റർമാരായിട്ട് സംസാരിക്കും, അവർ പറയും ഇത് ടെക്നിക്കലായിട്ടല്ല, ഇത് ആ ഫിലിമിനകത്ത് വരുമ്പോൾ കൈ ഇങ്ങനെ പോയാൽ മതി, അവിടെ പിടുത്തം വേണമെന്നുണ്ടോ പ്രാക്ടിക്കൽ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ നമ്മളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കയ്യിൽ നിന്ന്. കണ്ട് പഠിക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് ഈ കൾട്ടിവേറ്റ് ഇങ്ങനെയാണ്, പഞ്ച് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ ഈ വെട്ടിനകത്തൊക്കെ അത്രയ്ക്ക് അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് ജപ്പാനിലും അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. അവരിത് നോക്കി നമ്മളെ കാണുമ്പോൾ നമ്മളെ വളരെ മോശമായിട്ടേ ചിത്രീകരിക്കുള്ളൂ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ടെക്നിക്സ് ചെയ്ത് ഇത് വടക്കൻ ശൈലിയിലുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വടക്കൻ ശൈലിയിലുള്ളതാണ്. എനിക്ക് തെക്കനും അറിയാം, അല്ലാതെ നമ്മളിത് വടക്കനാണോ അതുമല്ല, തെക്കനാണോ അതുമല്ല എന്നുള്ള അവസരമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ പറയുന്ന അവിയലും കൂടെ വേണം. അപ്പോൾ രണ്ടുപേരും ഇത് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പാറും ആകത്തില്ല, അവിയലും ആകത്തില്ല. കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയൊക്കെ പരിശീലനം ഇതിൻ്റെ പുറകിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് പ്രായോഗികമാവുള്ളൂ. വെളിച്ചമുള്ള മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഉരുട്ടുന്നു, അല്ലെ ഭക്ഷണം എടുത്ത് വായിൽ കൊണ്ടുവെക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഉരുട്ടിയെടുത്ത് ചെവിക്കകത്ത് കൊണ്ടുവെക്കത്തില്ല, അല്ലെ മൂക്കിനകത്ത് കൊണ്ടുവെക്കത്തില്ല. ഇതൊരു തിരിച്ചറിവാണ്, ഇതൊരു പരിശീലനം നമ്മൾ നിരന്തരം. അല്ലാതെ നമ്മൾ ഈസി ആയിട്ട് ഇതെല്ലാം ആരെങ്കിലും പ്രയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും സാധ്യമല്ല. പ്രധാനമായൊരു പരിശീലന ക്രമങ്ങളുണ്ട്. ആ ചുവട് ഉറയ്ക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും, ആ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ബോധ്യപ്പെടണം. ഞാനിപ്പം ഇത് ആലോചിക്കുന്നത് വടക്കനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുവെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല, ഇതിങ്ങനെയൊക്കെയാണ് എന്നും ഒരു ധാരണ ഉണ്ടാകാൻ പാകത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പരിശീലന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിന് ഇങ്ങനെയൊക്കെ പരിശീലിക്കണം. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് അവയർനെസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെതായ ശൈലിയിലുള്ള ഗുരുക്കന്മാർ ഇപ്പം നമ്മൾ കേരളത്തിലുടനീളമുണ്ട്. തെക്കൻ്റെ ആണെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗങ്ങളൊക്കെ വളരെ